learns to breathe you out of the story. But it in the quiet, when my thoughts get loud, try to fight it. So I drink it down till my body learns to breathe you out of the story. But it gets blurry in between. ഹലോ ഗായ്സ്, നമ്മളുടെ ഇന്നത്തെ യാത്ര ബാംഗ്ലൂരിലെ ചിപ്പറ്റ് മാർക്കറ്റിലേക്കാണ്. ഈ ചിപ്പറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ മാർക്കറ്റ് ഭയങ്കര ജനക്കൂട്ടം നിറഞ്ഞൊരു മാർക്കറ്റാണ്. എന്തായാലും നമുക്ക് അവിടേക്ക് പോയി കാണാം. ഈ മാർക്കറ്റ് കൊമ്പേഗൌഡ ഒന്നാമനാണ് സ്ഥാപിച്ചത്. ഈ ചിപ്പട്ട് എന്ന കന്നഡ വാക്കിന്റെ അർത്ഥം ചെറിയ മാർക്കറ്റ് എന്നാണ്. എല്ലാ തരം വസ്ത്രങ്ങളും പട്ടുസാരികളും അങ്ങനെ എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു മാർക്കറ്റാണ്. അതുമാത്രമല്ല, പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളും എല്ലാം എ ടു സെറ്റ് കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഈ ചിപ്പറ്റ് മാർക്കറ്റ്. ഇപ്പൊ ഒരു വലിയ ലോറിയൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ. റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന റോഡാണ്. അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡൊക്കെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ, നല്ല രസകരമായിട്ടുള്ള ആ പച്ചപ്പും ഒക്കെ നിറഞ്ഞിട്ടുള്ള നല്ലൊരു ഭംഗി. അത് കണ്ടില്ലേ, ആ റോഡൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്, കുറേയൊക്കെ സൈഡിലൊക്കെ മെയിൻ്റെനൻസ് നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പൊതുവെ ഇവിടെ ഇപ്പോൾ തിരക്ക് കുറവാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഉള്ളിൽ ചെല്ലുമ്പോൾ നല്ല തിരക്കായിരിക്കും.
അങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു ഫ്ലൈ ഓവർ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു ഹൈറ്റ് തന്നെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ സൈഡുകളിലേക്ക് നോക്കിയാലാണ് ശരിക്ക് അത് നമുക്ക് അത്രയും ഹൈറ്റിലാണ് ഫ്ലൈ ഓവറിലാണ് പോണേന്നുള്ളത് മനസ്സിലാവുക. കണ്ടില്ലേ, സൈഡൊക്കെ കണ്ടില്ലേ, അത്രയും ഉയരുണ്ട് ഫ്ലൈ ഓവറിന്. നല്ല തിരക്കുണ്ട് ഫ്ലൈ ഓവറിന്റെ മുകളിലും. നല്ല അത്യാവശ്യം തിരക്കിൽ തന്നെയാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബസ് കുറെ നേരമായിട്ട് നമ്മുടെ മുന്നിൽ കിടന്ന് കളിക്കുന്നു. ആ ബസ്സിന്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ആ പഴയ ടൈപ്പ് ബോഡി കട്ടൊക്കെയാണ് ആ ബസ്സിന്. നമ്മുടെ നാട്ടിലെ ബസ്സിന്റെ ഒരു രീതിയൊന്നല്ല. നല്ല റോഡുകൾ തന്നെയാണ് ഇപ്പോൾ, ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. തിരക്കും കുറവ് തന്നെയാണ്. ടൗണിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് നല്ല തിരക്കായിരിക്കും തോന്നുന്നു. ഇത് പോകുന്ന വഴിക്കൊക്കെ നമ്മളിപ്പോ ഒരു പാലത്തിന്റെ അടിയിൽ കൂടെ പോവാണ്. കണ്ടില്ലേ, റോഡൊക്കെ അവിടെ ഇങ്ങനെ പാലം കഴിഞ്ഞ വശം പൊട്ടിപ്പൊളിഞ്ഞിട്ടതൊക്കെ കിടക്കണേ. കുറച്ചുകൂടി വീതിയുള്ള റോഡിലേക്ക് നമ്മൾ കയറുകയാണ്. പശുക്കളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ റോഡിന്റെ നടുക്കില്. എങ്ങനെയാ വണ്ടി കൊണ്ട് പോവാ? അവര് മാറില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ റോഡിലേക്കാണ് കയറിയിട്ടുള്ളത്. ഷോർട്ട് കട്ട് കാണിക്കുന്നതായിരിക്കും. പക്ഷെ ബസ്സും പോകുന്നുണ്ട് കേട്ടോ വഴിക്കൊക്കെ. ഇത് കോൺക്രീറ്റ് റോഡായി. അത് കാരണം കൊണ്ട് കുറച്ചുകൂടി വലിയ കുഴപ്പമില്ലാത്ത റോഡായി. ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡുകളാണ്. അതിൻ്റെ ഒരു പോക്കറ്റ് റോഡ് കൂടെ കയറണം. ഒരു വാഹനത്തിന് പോകാനുള്ള വീതി തന്നെയാണല്ലോ അത്. മരങ്ങളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയും. പിന്നെ ശരിക്ക് റോഡിൻ്റെ രണ്ട് സൈഡുകളിലും ഇങ്ങനെ മരങ്ങൾ നിൽക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ആർച്ച് മാതിരിയാണ് കാണുക. ഇതൊക്കെ ഞായറാഴ്ചകളിലായ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ഈ ബലൂണും മറ്റുള്ള കളിപ്പൂപ്പുകളൊക്കെ വിൽക്കാൻ ഇഷ്ടംപോലെ സൈഡുകളിൽ കാണാനുണ്ട്. അത്യാവശ്യം തിരക്കുള്ള ഭാഗങ്ങളായി തുടങ്ങി എന്തായാലും. കണ്ടില്ലേ, ആ മരങ്ങളുടെ ഒക്കെ ഒരു ഭംഗി കണ്ടില്ലേ, എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ മരങ്ങൾ കാരണം കൊണ്ട് റോഡില് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തണല് മറ്റുള്ളവർക്ക് കിട്ടും. ഇത് വലിയൊരു ഉപകാരം തന്നെയാണ്. സൈഡിലൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങൾ കണ്ടില്ലേ. ഈ അമ്പലങ്ങളിലൊക്കെ എന്തോ പണികള്, നല്ല രസമായിട്ടുള്ള പണികളല്ലേ. വീണ്ടും നമ്മളിങ്ങനെ കുറച്ച് വഴിയുണ്ട് ഇങ്ങോട്ട് മാർക്കറ്റിലേക്ക്. അതാണ് രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങൾ നിൽക്കുമ്പോൾ നടുക്കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. എടുത്തു പറയാതിരിക്കാൻ വയ്യ എന്തായാലും. ഇതാണ് ഈ വിദ്വാൻ സൗദ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയല്ലേ കാണാൻ.
ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമസഭാ മന്ദിരങ്ങളിൽ ഒരു മന്ദിരം കൂടിയാണ് കേട്ടോ ഈ വിദ്വാൻ സൗധ. ഇതിൻ്റെ വലിപ്പവും അതിൻ്റെ ഭംഗിയും ഒക്കെ ശരിക്ക് ഇവിടെ ഇറങ്ങി നിന്ന് കാണേണ്ടത് തന്നെയാണ്. നമുക്കവിടെ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്ത കാരണം കൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് മാത്രം. ഇവിടെ കുറേ പേരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് നിന്നിട്ട്. അപ്പോൾ നമുക്ക് ഈ റോഡിൽ തന്നെയാണ് കാണുന്നത്. വീണ്ടും അതേപോലെ ഒരു ബസ് ഉണ്ട്. BMTC. റോഡ് ബ്ലോക്ക് ചെയ്ത് നിർത്തിക്കുന്ന കാരണം കൊണ്ടേ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. വലിയ വലിയ റോഡുകളായ കാരണം കൊണ്ട് ഒരുപാട് സമയം കിടക്കുന്നുണ്ട്. ഇത് നല്ല കോൺക്രീറ്റ് റോഡാണ്. വീണ്ടും അത് നേരത്തെ കണ്ട മാതിരി ഒരു ബസ് ഈ കാണുന്നതാണ് കേട്ടോ മൈസൂർ റോഡ്. ആ ഫ്ലൈ ഓവർ കയറി പോയി കഴിഞ്ഞാൽ മൈസൂർ റോഡിലേക്കാണുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം മാർക്കറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാർക്കറ്റാണ് ഈ കാണുന്നത്. മാർക്കറ്റിൻ്റെ ഒരു റോഡ് സൈഡാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് നോക്കി പോവാൻ വേണ്ടിയിട്ടാണ്. കാരണം റോഡിൽ നിറയെ ജനങ്ങളായ കാരണം കൊണ്ടേ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നും പറ്റില്ല. ഈ ടൈപ്പ് വണ്ടികൾ തന്നെയാണ് ഇവിടെ കൂടുതലും. അവിടെ ഒരു പാർക്കിംഗ് പ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കിയിട്ട് അവിടെ കൊണ്ടുപോയിടാന്ന് വെച്ചിട്ടാണ്. ഇവിടെയും കാണാണ്ട് ഇഷ്ടംപോലെ പശുക്കളൊക്കെ നിൽക്കുന്നുണ്ടില്ലേ. സൈഡിലൊക്കെ പഴങ്ങളിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് മെല്ലെ നടന്നു വരികയാണ്. ഈ ചെറിയ ചെറിയ വണ്ടികളിൽ നിറച്ച് ഇങ്ങനെ പഴങ്ങളും മാങ്ങ അതുപോലെ എല്ലാം ഉണ്ട്. മാങ്ങകളൊക്കെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. മാങ്ങ ഉണ്ടല്ലേ. കുറേ പേരുടെ കച്ചവടം കഴിഞ്ഞു തോന്നുന്നു. എല്ലാം ചെറിയ ചെറിയ വണ്ടികളുണ്ട്. പഴങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് വിൽക്കുന്നു. അതിനൊക്കെ പ്രൈസ് എഴുതിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തോന്നുന്നത്. കണ്ടില്ലേ, നിറയെ ഇങ്ങനെ രണ്ട് സൈഡുകളിലും നിറച്ച് ഈ മാങ്ങകളും അതുപോലെ എല്ലാത്തരം ഫ്രൂട്ട്സ്, പപ്പായ, എന്തോരം ഫ്രൂട്ട്, ആപ്പിളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. എന്തൊക്കെ നല്ല കളർഫുള്ളായിട്ടായിരിക്കുന്നത്. മാങ്ങ, ഇത് ഞാവൽപ്പഴമാണ് കേട്ടോ. എല്ലാത്തരം ഐറ്റം ഉണ്ട്. മാങ്ങയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. പല വെറൈറ്റി മാങ്ങകളുണ്ട് കേട്ടോ. ഇത് പേരെന്തും ഒന്നും അറിയില്ല. പേരക്ക ഇത് കണ്ടില്ലേ. പശുക്കളൊന്നും കണ്ടില്ലേ, ഇഷ്ടംപോലെ പശുക്കളാണ്. അതെല്ലാ ടൗണുകളിലും ഇപ്പം ഉണ്ട്. പശുക്കളിങ്ങനെ നിറച്ച് നിൽക്കുന്നത്. ചോളം അതുപോലെ മാങ്ങ, എല്ലാത്തരം ഫ്രൂട്ട്സും കാണാനുണ്ട്. മാർക്കറ്റിലേക്ക് കയറുന്നതിൻ്റെ ആ എൻട്രൻസ് ആണ് അവിടെ. അത് കാരണം കൊണ്ടാണ്. ഇവിടെയും കാണാം ഇഷ്ടംപോലെ
പഴങ്ങൾ എല്ലാം. പച്ചക്കറികൾ അധികം ഇവിടെ ഇല്ല. പച്ചക്കറികൾ അപ്പുറത്തെ സൈഡിലാണെന്നുണ്ട്, അങ്ങേ സൈഡിലാണെന്നുണ്ട്. ഫ്ലൈ ഓവർ ഉണ്ടല്ലേ മുകളിൽ, മാർക്കറ്റിൻ്റെ ആ ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന വഴിയാണിത്. അവിടെ നിറച്ചിങ്ങനെ ജനങ്ങളും വാഹനങ്ങളും ഓട്ടോറിക്ഷകളും സ്കൂട്ടറുകളും ഒക്കെ കൂടി തിക്കും തിരക്കും. ആകെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞു നടക്കുകയാണ് എല്ലാവരും. എൻ്റെ ഇടയിൽ കൂടെ സൈക്കിളിൽ ഒരാൾ. ഈ സൈഡിലൊക്കെ ഉണ്ട് കുറേശ്ശെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ തുണിത്തരങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചോളം കൊച്ചു കിടക്കുന്നൊക്കെ മാലകള്. മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. വേണ്ടില്ലേ, നല്ല തിരക്കാ മാർക്കറ്റിന്റെ ഉള്ളില്. ഒന്നാണ്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്രയധികം കടകളായ കാരണം കൊണ്ടേ, ഈ റോട്ടിലിറക്കി വെച്ച് നടത്തുന്ന കച്ചവടം കാരണം കൊണ്ടാണ്. ഇത് കണ്ടില്ലേ, തുണികളൊക്കെ തൂക്കിയിട്ടിട്ടും ഇഷ്ടംപോലെ തുണിത്തരങ്ങളും എല്ലാം ഉണ്ട്. കുറെ പേരൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നു, മൊബൈലിൽ നോക്കി നിൽക്കുന്നു. ഇത് കണ്ടില്ലേ, തൂക്കിയിട്ടിരിക്കണു ഡ്രസ്സുകളൊക്കെ ഇഷ്ടംപോലെ. ചെരുപ്പുകളൊക്കെ മാലമാരി തൂക്കിയിട്ടിരിക്കണേ, ഇഷ്ടംപോലെ ചെരുപ്പുകളാണ്. ബാഗുകള്, ഓർണമെന്റ്സ്, അല്പം വലിപ്പമുള്ള കടകളാണ് കേട്ടോ. ഇതുണ്ടല്ലേ, നല്ല ഷർട്ടുകളൊക്കെ ഇഷ്ടംപോലെ ആ പേര് തെരഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കി മാന്തി തെരഞ്ഞെടുത്തോണ്ടിരിക്കുക. ഈ ഷോർട്സുകളും ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതേ കണ്ടില്ലേ, എന്തോരം ഡ്രസ്സുകളാണ് നോക്കി. ഈ മാലകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ, എന്ത് രസമായിട്ടാ കാണുന്നത്. ഈ വിരികളെന്നോ ഷീറ്റുകളെന്നോ തലണ അങ്ങനെ എല്ലാം പലരും പല ഇതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായി നോക്കുന്നുണ്ട്. ഈ ട്രോളി ബാഗും എല്ലാം ഉണ്ട്. അത് ഇങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് കണ്ണത്താ ദൂരം ഉണ്ട് കേട്ടോ മാർക്കറ്റ്. ഇങ്ങനെ നടന്ന് നമുക്ക് ഇതാവും. ഈ ചെരുപ്പുകളുടെ കട അവിടെ 250 രൂപ എന്നൊക്കെയുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഡ്രസ്സിൻ്റെ പ്രൈസൊക്കെ എഴുതിയിട്ട് കയറി പ്രൈസ് ചോദിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. കാരണം അത്രയും തിരക്കുള്ള സമയമല്ലേ. ഇത് കണ്ടില്ലേ, മാർക്കറ്റിൻ്റെ ഉള്ളിൽ തിരക്ക് ശരിക്കും നമുക്ക് നോക്കി കാണാം. ഒരാളുടെ മേൽ തട്ടാതെ വേറെ ആൾക്ക് പോകാൻ പറ്റില്ല, അതുപോലെയാണ്. എല്ലാവരും ഈ തുണികളൊക്കെ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ച് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജീൻസ് പാൻറ്റൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ സ്കൂട്ടറായിട്ട് വരണം. നടക്കാൻ സ്ഥലമില്ലാത്ത വഴി കൂടെ സ്കൂട്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി. ഷോർട്സുകൾ അങ്ങനെ എല്ലാ ഡ്രസ്സുകളുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നോക്കുകയാണ് പുള്ളി. ജീൻസ് പാൻറ്റൊക്കെ കണ്ടില്ലേ, ഇഷ്ടംപോലെ അടക്കി വെച്ചിട്ടുണ്ട്, എല്ലാ കളറുകളിലും ഉണ്ട്. അങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങളും, വസ്ത്രങ്ങൾ, ഡ്രസ്സുകൾ
ഇഷ്ടംപോലെ ഇരിക്കുന്നത്. കുറച്ച് തിരക്ക് കുറഞ്ഞുണ്ട്. ഇല്ല, വേറെ തോന്നുന്നു. ഡ്രസ്സുകളൊക്കെ നോക്കി, എന്തൊരു ഭംഗിയാന്ന് നോക്കി ഡ്രസ്സുകളൊക്കെ കാണാൻ. ഏത് വെറൈറ്റി ഡ്രസ്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. മാർക്കറ്റൊക്കെ ആകെ തകിട് പൊടിയായിട്ടാണ് കിടക്കണേ. അടിക്കുക കേട്ടില്ലേ. ഒരുപാട് നീളമുണ്ട് കേട്ടോ. അപ്പോഴും ഒന്നും ആയിട്ടില്ല. സൺഡേയിലൊക്കെ അത്രയും തിരക്ക് അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ സാറ് എല്ലാവർക്കും പ്രതീക്ഷിച്ച് വരുന്നതാണല്ലോ സൺഡേ. അപ്പം അത് കാരണം കൊണ്ടാണ് ഇത്രയധികം തിരക്ക് കൂട്ടുണ്ടാവുന്നത് അവിടെ. എന്തായാലും നടക്കാം, ഒന്ന് കണ്ട്. ഇതൊക്കെ തുണിത്തരങ്ങൾ തന്നെയാണ് ഇപ്പോൾ കൂടുതലും കാണുന്നത്. 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. കൊടകൾ കണ്ടില്ല, ഇഷ്ടംപോലെ കൊടകളുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ, നെല്ലിക്കാന്ന് തോന്നുന്നു. ഒരുവിധം അവസാനിക്കാറായി. നമ്മള് തിരക്കൊക്കെ കുറഞ്ഞു തുടങ്ങി അറ്റത്തേക്ക് എത്തുന്ന തോറും. എന്നാലും ഉണ്ട്, അത്യാവശ്യം ആളുകളുണ്ട്. പിന്നെ കുറേ പേരൊക്കെ വിളിച്ച് അതിൻ്റെ ഉള്ളിൽ കടകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണതയുണ്ട് അതിൻ്റെ ഉള്ളിൽ. മോതിരങ്ങള്, സാരികളാട്ടോ. സൈക്കിളിൽ ഉണ്ടല്ലേ തുണികളൊക്കെ വെച്ചിട്ട് വിൽക്കണമെങ്കിൽ ഓർമ്മ വെച്ചിട്ടുള്ളത്, അറ്റിട്ട് ഇട്ടിട്ട്. ഇതൊക്കെ സ്ഥിരമായിട്ടുള്ള കടയെന്ന് തോന്നുന്നത് കണ്ടില്ലേ. നിലത്തിരുന്നിട്ടൊക്കെയാണ് വ്യാപാരം നടത്തുന്നത്. മാങ്ങ കണ്ടില്ലേ, ഷർട്ടുകള് ഇഷ്ടംപോലെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ആവശ്യത്തിന് എടുക്കാം, നോക്കാം, നമുക്ക് തൃപ്തിയായിരുന്നെങ്കിൽ എടുക്കാം. ഓപ്പോസിറ്റ് ലൈറ്റ് കാരണം കൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. രണ്ട് സൈഡും ഡാർക്കായി കാരണം കൊണ്ട് ഇല്ലേ ഓരോ കടകളിൽ ഫ്രണ്ടില് ഇതേപോലെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ കയറി നോക്കുന്നതാണ്. ഇതൊക്കെ മാർക്കറ്റ് കുറെ നടക്കാനുണ്ട് കേട്ടോ മാർക്കറ്റിനകത്ത്. ഇതൊരു കൊച്ചിനെ കൈ പിടിച്ചൊരു ചേച്ചി ഇരുന്നിട്ട് മാലകളും മുളകളും ഇതൊക്കെ വിൽക്കുന്നു. ഇതേ കുടകളൊക്കെ ഇരിക്കുന്നുണ്ട്, ചെറിയ കൊച്ചുങ്ങൾക്കുള്ള കുടകൾ വരെ ഉണ്ടായില്ലേ. ഇതൊക്കെ ഓരോ വീട് വഴിയില് അവര് പറഞ്ഞിട്ട് പോകുന്ന വഴികളാട്ടോ. അതൊക്കെ സൈഡിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കടകളുണ്ട്, ഇഷ്ടംപോലെ കടകളുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. ഇതൊക്കെ ഈ ലേഡീസ് ഐറ്റംസ് ആണ് കൂടുതലും ഇവിടെയൊക്കെ നിറച്ച്. ഇതൊക്കെ ലേഡീസിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഇങ്ങനെ വലിച്ചു വാരി ഇട്ടൊക്കെ അതിൽ കയറി ഇരിക്കുകയാണ്. എന്നിട്ട് ഓരോന്നോരോന്ന്
നിവർത്തിയിട്ട് കാണിച്ചു കൊടുക്കും. അതൊക്കെ വാരി അങ്ങോട്ട് ഇടും, അവിടെ നിന്ന് വാരി ഇങ്ങോട്ട് ഇടും. എന്നിട്ട് നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. അതിന് 450 രൂപ 500 രൂപയൊക്കെയാണ് പറഞ്ഞത്. വേണ്ടില്ലേ തുണി എടുക്കാൻ വന്നിട്ടുള്ളവർക്ക് നിലത്തിരിക്കുന്നത് ഇത് വേണ്ടില്ല. ഇതൊക്കെ അരപ്പട്ടയാന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ അരയിൽ കെട്ടാനുള്ളതാന്ന് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഒരു ലോഡ് ഇതേണ്ട വീണ്ടും ഇരിക്കുന്നില്ലേ, നിറച്ചുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇത് കപ്പലൻ്റെ ചോള അങ്ങോട്ട് ചോളാന്ന് തോന്നുന്നു, പുഴുങ്ങി കൊടുക്കുന്നതാണ്. ലേഡീസ് തന്നെയാണ് കേട്ടോ കൂടുതലും മാർക്കറ്റിൽ. ഇത് കണ്ടില്ലേ മൊത്തത്തിൽ കാണുന്നത്. ഒരു കിറ്റാക്കി ഇട്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ട് വളകള്. ചില സ്ഥലങ്ങളിൽ പെട്ടെന്നൊരു കൂട്ടുണ്ടാവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊന്ന് ഫ്രീ ആവും. അങ്ങനെയൊക്കെയാണ് മാർക്കറ്റിലെ അവസ്ഥ. വേണ്ടില്ലേ എല്ലാ തരം തുണികളും ഉണ്ട്. ഇപ്പം മടക്കി വെക്കുക പുള്ളി. ഉണ്ട് വിളിക്കുന്ന കണ്ടില്ലേ, അവിടെ ഉണ്ട്, ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞിട്ട്. പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ സ്ത്രീകളെ തന്നെയാണ് കാണുന്നത്. ഇതെവിടെ മാങ്ങയൊക്കെ കൊണ്ടുവച്ചിട്ട് എന്തോ പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 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 ഇതിൻ്റെ ഇടയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ കട്ടിങ്ങും മാതിരിയൊക്കെ ഉണ്ട്. ഈ സൈഡിലൊക്കെ തുണികൾ കണ്ടില്ലേ ഇഷ്ടംപോലെ. അത് ആ മോഡല് അറിയാൻ വേണ്ടിയിട്ടാണ്, അതങ്ങനെ എങ്ങനെ വരും, ഭംഗി ഉണ്ടാവും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഉണ്ട് ചെറിയ ചെറിയ വേറെ ജാതി ഡ്രസ്സുകൾ. ഇപ്പോഴത്തെ മോഡലാന്ന് തോന്നുന്നുണ്ട് ഈ ഡ്രസ്സൊക്കെ. ആന നിൽക്കുന്ന കണ്ടില്ലേ, ഇതൊക്കെ ഈ നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ ആനേനെയൊക്കെ. നല്ല ഒറിജിനലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കൊച്ചുങ്ങൾ പോയി പിടിച്ചു വെക്കുക. ഒരു കുട്ടിയാനയുണ്ട് എൻ്റെ അടുത്ത് കണ്ടില്ലേ, പരസ്യം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളതാണ്. എന്തായാലും ഇതൊക്കെ കാണാൻ കഴിഞ്ഞു തന്നെ വലിയൊരു ഭാഗ്യം. എന്തായാലും ഇതുവരെ കണ്ടു. തിരക്കുണ്ട് അത്യാവശ്യത്തിന്. അങ്ങനെ നമ്മൾ നിർത്തുകയാണ്, നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി കൂടി പറയുന്നു. നമ്മൾ അങ്ങനെ വീഡിയോ എൻഡ് ചെയ്യണം.